ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് കോട്ടയം ജില്ലയിലെ മാംഗോ മെഡോസിലേക്കാണ്. ഞങ്ങളുടെ 36ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഞങ്ങൾ ഒരു ദിവസം സന്തോഷത്തോടു കൂടി ചെലവഴിച്ച ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇത് മീൻ ഊട്ടുപാലമാണ്. ഇത് ഒരു മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു വലിയ പോണ്ടാണ്. ധാരാളം വലിയ മത്സ്യങ്ങൾ ഇവിടെ വളർത്തുന്നുണ്ട്. അവർക്ക് നമുക്ക് ഫുഡ് കൊടുക്കാം. അവിടെ തന്നെയല്ല, വേറെയും ധാരാളം പോണ്ടുകളുണ്ട്. കണ്ടോ, ഇത് ആ പോണ്ടിന്റെ നടുവിലേക്ക് ഒരു പാലം വെച്ചിരിക്കുക. കണ്ടോ, ഇങ്ങനെ ഒരു പാലം വെച്ച് അതിലൂടെ നമുക്ക് നടന്ന് അതിൻ്റെ അറ്റത്തെത്താം. എന്നിട്ട് നമുക്ക് അവര് തീറ്റ തരും. ആ തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മീനിനെയൊക്കെ കാണാൻ സാധിക്കും. കണ്ടോ, അതിന് ചുറ്റും കാണുന്ന വീടുകൾ, നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന വീടുകളൊക്കെയാണ് ചുറ്റും കാണുന്നത്. അതിനുള്ള സൗകര്യമാണത്. നമുക്ക് വേണമെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാം. എന്നിട്ട് അതിനകത്തുനിന്ന് നിന്നുകൊണ്ട് നമുക്ക് മീൻ പിടിക്കാം. ആ മീൻ നമുക്ക് ഉപയോഗിക്കാം. അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം അവിടെ ചെല്ലുമ്പോൾ നമ്മൾക്കൊരു സ്റ്റാഫ് അതിനെക്കുറിച്ചെല്ലാം മൈക്കിലൂടെ നമുക്ക് ഒരാളാണെങ്കിൽ ഒരാൾ, 2 പേരാണെങ്കിൽ ഒരു ഗ്രൂപ്പാണെങ്കിൽ ഒരു ഗ്രൂപ്പ്. കണ്ടോ, മീനെ കണ്ടോ, അങ്ങനെയുള്ളവർക്കെല്ലാം ഒരു സ്റ്റാഫ് മൈക്കിലൂടെ നമ്മൾക്ക് എല്ലാം വിവരിച്ചു തരും. അതിനുശേഷം ഒരു ഗൈഡിനെ നമ്മുടെ കൂട്ടത്തിൽ വിടും. 1 മണിക്കൂർ നേരത്തേക്ക് ആ ഗൈഡ് നമ്മളെ ചുറ്റി നടന്ന് എല്ലാം കാണിച്ചു തരും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അഗ്രികൾച്ചർ പാർക്കാണിത്. ഞാൻ ഓർത്ത് ആദ്യമേ അഗ്രികൾച്ചറൽ പാർക്കാണെന്ന് വിചാരിച്ചത്. പക്ഷെ അതല്ല. ഇവിടെ വന്ന് ആസ്വദിച്ചാൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. കണ്ടോ, മീൻ കണ്ടോ. എന്നിട്ട് ഈ ഊട്ടുപാലത്തിന്റെ മുകളിൽ സ്റ്റെപ്പുണ്ട്. അവിടെ ഒരു സ്റ്റേജ് പോലെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്കൊരു ഫാമിലി ഗ്രൂപ്പോ ഫ്രണ്ട്സൊക്കെ ഒരു ഗ്രൂപ്പാണെങ്കിൽ അവിടെ ഒന്ന് കൂടുന്നതിനോ അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദർ നടത്തുന്നതിനോ എൻജോയ് ചെയ്യുന്നതിനുള്ള സാഹചര്യം അവർ ഒരുക്കി തരും. കാണുന്ന പോണ്ടിൽ തന്നെയാണ് നമ്മൾ ബോട്ടിംഗ് നടത്തുന്നത്. ഇത് നമ്മൾക്ക് ആ ഗൈഡ് നമ്മൾക്ക് എല്ലാം വിവരിച്ചു തരികയാണ്. 4500-ൽ പരം മരങ്ങളും ചെടികളുമായി 30 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അഗ്രികൾച്ചർ തീം പാർക്കാണിത്. നമ്മൾക്ക് ആ ഗൈഡ് ഈ വൃക്ഷങ്ങളെ കുറിച്ചൊക്കെ, ഏത് വൃക്ഷങ്ങളൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് വിവരിച്ചു തരികയാണ്. അടിപൊളി റിസോർട്ടാണ്. ചാർജ് ആണെങ്കിൽ വളരെ കുറവ്, 350 രൂപയേ ഉള്ളൂ ഇതിന്റെ ചാർജ്. ആ 350 രൂപയിൽ നമുക്ക് കുറേയൊക്കെ ഫ്രീ ആയിട്ട് സൈക്ലിങ് അതുപോലെ ബോട്ടിംഗ് ഒക്കെ നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾക്ക് ചിലതൊക്കെ നമുക്ക് കയറുന്ന അഡീഷണൽ ആയിട്ട് ഒരു 50 രൂപ 100 രൂപയൊക്കെ കൊടുക്കണം. അത്രയേ ഉള്ളൂ. ഉണ്ടോ, ഒരു മനുഷ്യന് പ്രകൃതി എത്രത്തോളം സ്നേഹിക്കാൻ കഴിയും എന്നറിയണമെങ്കിൽ കോട്ടയം കല്ലറയിലുള്ള മാംഗോ മെഡോസിൽ സന്ദർശിക്കണം. നിങ്ങളത് സന്ദർശിച്ചാൽ മാത്രമേ അതിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. പറഞ്ഞാലൊന്നും മനസ്സിലാകത്തില്ല. അഗ്രികൾച്ചർ പാർക്ക് കേട്ടപ്പോൾ എനിക്കും മടിയായിരുന്നു പോകാൻ. പക്ഷെ പോയി കഴിഞ്ഞപ്പോൾ തിരിച്ചു പോരാൻ തോന്നിയില്ല. അത്രയ്ക്ക് 1 മണിക്കൂർ ഒരു ദിവസം മൊത്തം ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്ത് വളരെ സന്തോഷമായിരുന്നു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറിയ സമയം മാത്രമേ ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം ഊണ് കഴിച്ചിട്ടൊന്നും ഇരിക്കാൻ പോലും തോന്നിയില്ല. ചുറ്റിക്കറങ്ങി നടന്ന് ഞങ്ങൾ കാണുകയായിരുന്നു. ഇവിടെ സന്ദർശിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ പലതരത്തിലുള്ള പാക്കേജുകളാണ് ഇവിടെ അവൈലബിൾ ആണ്. ഡേ ഓഫ് പാക്കേജ് എങ്കിൽ അങ്ങനെ, സ്റ്റേ ആണെങ്കിൽ അങ്ങനെ. കണ്ടോ, നമ്മൾക്ക് എല്ലാം അവർ പറഞ്ഞു അവർ 1 മണിക്കൂർ നമ്മൾക്കെല്ലാം പറഞ്ഞു തരും. പിന്നെ നമുക്ക് സാവധാനം നമ്മൾക്ക് എല്ലായിടവും സമയമെടുത്ത് കാണാം, ഫോട്ടോസൊക്കെ എടുക്കാം. 100-ൽ കൂടുതൽ സ്റ്റാഫ് ഇവിടെയുണ്ട്. നമുക്ക് എല്ലാത്തിനും നമ്മൾക്ക് എല്ലാ സൗകര്യങ്ങൾക്കും, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, അതുപോലെ സ്വിമ്മിങ്ങിന് വേണ്ടിയുള്ള സ്വിമ്മിംഗ് പൂള്, അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. നമ്മൾക്ക് എത്ര വേണമെങ്കിലും, നമ്മൾക്ക് ഡേ പാക്കേജ് ആണെങ്കിൽ നമ്മുടെ ടിക്കറ്റിൻ്റെ കൂടെ കുറച്ച് നമ്മൾക്ക് ഫ്രീ ആയിട്ട് ബോട്ടിങ്ങും സൈക്ലിങ്ങും ഒക്കെ ഉണ്ട്. അത് ബോട്ടിങ് നമുക്ക് എത്ര വേണമെങ്കിലും ബോട്ടിങ് ചെയ്യാം. പക്ഷെ നമ്മളുടെ കാലുകൊണ്ടും കൈകൊണ്ടുമൊക്കെ തുഴഞ്ഞുല്ലസിക്കണം. എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് നിറച്ച് മീനുള്ളതിനാലാണ് ഇങ്ങനത്തെ രീതി അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. മീൻ സുരക്ഷിതമായിരിക്കണമല്ലോ. ഇതേപോലെ വൃക്ഷങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വിശദീകരിക്കുന്നുണ്ട്. പരമശിവന്റെ ഒരു വലിയ സ്റ്റാച്ചു ആണ് ഇരിക്കുന്നത്.
മറ്റൊരു സൈഡിൽ നമുക്ക് ഷിക്കാറ ബോട്ട് സൗകര്യമുണ്ട്. അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ഒരു 100 രൂപ കൊടുക്കണം കേട്ടോ. എന്തോരം ഒത്തിരി സ്റ്റാച്ചു ഒക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു കൃഷിയിടത്തിൻ്റെ ഒരു മഹിമ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. രുദ്രാക്ഷം, കായം, പുകയില, അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം മരങ്ങൾ ഇവിടെയുണ്ട് കണ്ടോ. സൈക്കിൾ സൗകര്യമുണ്ട്. സൈക്കിളിൽ രണ്ട് അപ്പുറം ഇപ്പുറം ഇരുന്ന് ഒറ്റ സൈക്കിളിൽ 2 പേർക്ക് ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സൈക്കിൾ സൗകര്യം. ഇതൊക്കെ ഫ്രീ ആണ് കണ്ടോ. ഞങ്ങൾ സൈക്കിളിൽ പോകുന്ന ഒരു ദൃശ്യമാണത്. കണ്ടോ, ഇത് വേറൊരു 2 പേർക്ക് ഇരുന്ന് ചവിട്ടി ഓടിക്കാൻ പറ്റുന്ന സൗകര്യമുള്ള ഒരു വണ്ടിയാണ്. ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് കുട്ടികൾക്കാണെങ്കിൽ ഒത്തിരി സൗകര്യങ്ങളുണ്ട്. അവരുടെ ധാരാളം പാർക്ക് സൗകര്യമുണ്ട്. ഒരു പാർക്കിലൊരു കണ്ടോ, ഇത് ഒരു ATM ആണിത്. ATM സാധാരണ വലിയ ആൾക്കാരാണ് കയറാറുള്ളത് അല്ലേ. പക്ഷേ ഇവിടുത്തെ ATM കുട്ടികൾക്ക് കൂടി കയറാം. കാരണം മായാവി തീമിലാണ് അവർ ATM സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് കുട്ടൂസിൻ്റെയും ഡാക്കിനുടെയും ഒക്കെ സൗണ്ടാണ് നമ്മൾ ആ കേൾക്കുന്നത്. നല്ല രസമാണ്. അതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല ഒരു ടൈം പാസ്സാണ് അതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അതൊക്കെ നമ്മൾ അനുഭവിച്ചറിഞ്ഞാലേ അതിൻ്റെ ആ ഒരു രസമൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ ഗുഹ പോലെയുള്ള കോട്ടേജുകളൊക്കെ ഉണ്ട് താമസിക്കുവാനായിട്ട്. അതുപോലെ തന്നെ ഹിന്ദുസിന് സർപ്പക്കാവ്, പിന്നെ നമ്മളുടെ ഏതേൻ തോട്ടം, അതിനകത്ത് ആദവും ഹവ്വായും അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഫുൾ നേക്കഡാണ്. അതുകൊണ്ട് അതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഫോട്ടോ ഞാൻ എടുത്തിട്ടില്ല. അത് നിങ്ങളവിടെ ചെന്ന് കണ്ടാൽ മതി. ചൂണ്ടയിടാനുള്ള സൗകര്യം നമ്മൾക്കുണ്ട്. ചൂണ്ടയും വെച്ചിട്ടുണ്ട്. കുറേ ചൂണ്ട ഇരിപ്പുണ്ട്. അതിൻ്റെ തീറ്റി ഇരിപ്പുണ്ട്. നമ്മൾക്കിട്ട് ചൂണ്ടയിട്ട് മീനെ പിടിക്കാം. മീൻ കിട്ടുവാണെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷെ നമുക്ക് അതിന് നല്ല വശമുള്ളവർക്ക് ഇട്ടാലല്ലേ കിട്ടത്തുള്ളൂ. ഞാനൊന്നും ഇട്ടിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾ 2 പേരും ചൂണ്ടയിട്ടു കണ്ടോ. പിന്നെ പാട്ട് കച്ചേരി, അതിനൊക്കെ ഒരു വശത്ത് ഒരു സ്റ്റാഫ് പാട്ട് കച്ചേരികളൊക്കെ സെൻറ്ററിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ ഒരു സെൻറ്ററിൽ അവരുടെ സ്റ്റാഫ് പാട്ട് കച്ചേരി ചെയ്യുന്നുണ്ട്. പിന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്. പിന്നെ കുട്ടികളുടെ പാർക്കാണിത്. ഇതൊന്നും അല്ല, ഇത് ധാരാളം ഉണ്ട് ഉള്ളിലേക്ക്. എല്ലാ തരത്തിലുള്ള പാർക്ക് സൗകര്യങ്ങളും കുട്ടികളുടെ ഇവിടെയുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും ഉണ്ട് അതിൻ്റെ സൗകര്യങ്ങൾ. കൊണ്ട് ഇത് കുട്ടികൾക്ക് കയറുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, കുട്ടികൾക്കല്ല നമ്മൾക്ക് പുറത്തുനിന്നൊക്കെ വന്നവർക്ക് കയറുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള രീതി, അതിനുള്ള റാഡും കാര്യങ്ങളും ചകിരിയൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. കുട്ടികളുടെ പാർക്കിലേക്ക് കയറ്റിയിട്ട് നമുക്കും എൻജോയ് ചെയ്യാം, മുതിർന്നവർക്കും എൻജോയ് ചെയ്യാം. നമുക്ക് ഷൂട്ടിങ്ങും ആർച്ചറിയും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മൺചട്ടി ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണിത്. മൺചട്ടി ഇവിടെ ഇപ്പോൾ ചെറിയ മൺചട്ടി ഉണ്ടാക്കാനുള്ള ഒരു സൗകര്യമാണ് ഈ കാണിച്ചിരിക്കുന്നത് കണ്ടോ. നമ്മൾക്ക് ചെറിയൊരു ചാർജ് കൊടുത്താൽ നമുക്ക് കൂടി അവിടെ ഇരുന്ന് അത് ചെയ്ത് നമ്മൾക്ക് ആ ചട്ടി നമ്മൾക്ക് എടുക്കാം. അല്ല എങ്കിൽ നമുക്ക് ദൂരെ നിന്ന് ഇതുപോലെ നമുക്ക് കാണാം. അത് ചെളി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കണ്ടോ. ഇങ്ങനെ വെച്ച് അതൊരു ചട്ടിയായിട്ട് വരും. നല്ല രസമാണ് അത് കാണുന്നത്. പിന്നെ കപ്പിൾസിന് വേണ്ടിയുള്ള ഒരു സംഭവം അവിടെ ഉണ്ട് കേട്ടോ. അത് വാലന്റിയൻ ഗാർഡൻ എന്നാണ് അതിൻ്റെ പേര്. കമിതാക്കളുടെ ഒരു തടി കൊണ്ട് തന്നെ കമിതാക്കളുടെ ഒരു പ്രതിമ നാച്ചുറലായിട്ട് ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസൊന്നും ഞാൻ എടുത്തില്ല. അത് നിങ്ങൾ അവിടെ പോയി കണ്ടാൽ മതി. എന്ന് വെച്ചാൽ അതൊക്കെ നേക്കഡ് അല്ലേ. അതൊക്കെ നമ്മൾ അവിടെ പോയി കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ബൈബിളിൻ്റെ അത് കാണിച്ചു തരാം ഞാൻ. ബൈബിളിൻ്റെ ഒരു അധ്യായം തുറന്നു വെച്ചുകൊണ്ടുള്ള ഒരു ഭാഗത്ത് ഒരു വലിയൊരു ബൈബിളിൻ്റെ ഭാഗം തുറന്നു വെച്ചിട്ടുണ്ട് അവിടെ. അതിൻ്റെ നമുക്ക് വായിക്കാൻ പറ്റും. അതെല്ലാം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ബൈബിളായിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് ആ ബൈബിളിൽ ഏതെല്ലാം ചെടികളുടെ പേരുകളുണ്ടോ, ഏതെല്ലാം ചെടികളുണ്ടോ അതെല്ലാം അവിടെ അവർ നട്ട് വളർത്തി പിടിപ്പിച്ച് ചുറ്റിനും വെച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗം ബൈബിളിൻ്റെ ഭാഗമായിട്ട്. മറ്റും ഒരു ഭാഗം ഏതേൻ തോട്ടം, ഒരു ഭാഗം സർപ്പക്കാവ്, ഒരു ഭാഗം
പിന്നെ മുസ്ലിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് നിസ്കരിക്കാനായിട്ടുള്ള പള്ളി പോലെ ഉണ്ടാക്കി, ജാതി മത ഭേദമന്യേ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ ഭംഗിയാണ്. ഇത്രയും നല്ലൊരു സ്ഥലമാണ് ഇതെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞില്ല, പണ്ടേ പോയാന്. കണ്ടോ, തേയിലത്തോട്ടം ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഇതാണ് ഇവിടെയാണ് സൈക്കിളിന്റെ സെക്ഷൻ. നമുക്ക് ഇവിടുന്ന് ഏത് സൈക്കിൾ വേണമെങ്കിലും ഈ തരത്തിലുള്ള പലതരത്തിലുള്ള സൈക്കിളാണ് നമുക്ക് എടുത്തുകൊണ്ട് പോകാം. നമുക്ക് ഇത് ഫ്രീ ആണ്. പൈസ നമ്മൾ സൈക്കിൾ എടുക്കുമ്പോൾ ഒരു 100 രൂപ സെക്യൂരിറ്റി അവിടെ കൊടുക്കണം. എന്നിട്ട് നമ്മൾ അരമണിക്കൂറിനുള്ളിൽ സൈക്കിള് തിരിച്ചു കൊടുക്കണം. അല്ല എങ്കിൽ നമ്മൾക്ക് 10 രൂപ വെച്ച് മണിക്കൂറിന് കൊടുക്കേണ്ടി വരും. അപ്പം അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ആ സൈക്കിളൊക്കെ കൊണ്ട് ഏൽപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആ 100 രൂപ അവർ തിരിച്ചു തരും. പിന്നെയും അങ്ങും കിടക്കും. നമ്മൾ വന്ന വഴിയല്ല, പല വഴികളുണ്ട്. നമ്മൾ ചിലപ്പോൾ വഴിയൊക്കെ തെറ്റിപ്പോകും, നമ്മൾ തനിയെ പോകും. അതുപോലെയാണ്. പിന്നെ നമുക്ക് 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സ്ഥലത്തും കൂടി കയറി ഇറങ്ങിയാലും നമുക്ക് മനസ്സിലാകും. കണ്ടോ, ബൈബിളിൻ്റെ കണ്ടോ, ഇതൊക്കെ ഇതൊക്കെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നതൊക്കെ അവർക്ക് നമ്മളെ കാണിച്ചു തരികയാണ്. അതിൻ്റെ പേരും കണ്ടോ. ഇതാണ് ബൈബിള്. ഞാൻ പറഞ്ഞ ആ വലിയ ബൈബിളെ തുറന്ന് വെച്ചിരിക്കുകയാണ്. നമ്മൾക്കത് വായിക്കുവാൻ സാധിക്കും. പിന്നെ അതിൻ്റെ അടിയിൽ ഈ വലിയ ഒരു ബൈബിള് അങ്ങനെ തുറന്ന് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ചെറിയ ബൈബിൾ വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് വായിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഹിന്ദുസിനാണെങ്കിൽ അവരുടെ രാമായണം, അവരുടെ സർപ്പക്കാവ് അവർ ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ളിൽ അവരുടെ രാമായണവും അതൊക്കെ വെച്ചിട്ടുണ്ട്. അത് വേണേൽ അവർക്ക് വായിക്കാം. മുസ്ലിങ്ങൾക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ ആ പള്ളിയിൽ കയറി അവരുടെ വായിക്കുന്നുണ്ടോ. നമ്മൾക്ക് ആ ബൈബിൾ വചനങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾക്ക് ആ ഒരു പേജിലിത് ഒരു പേജുമാണ് അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ബൈബിളിലുള്ള ആ മരങ്ങളൊക്കെയാണ്. ഈശോയുടെ മുൾമുടിയുടെ ആ ചെടികളൊക്കെ ഉണ്ട് അവിടെ. വീഡിയോ ഇഷ്ടമായാൽ ഒരു കാര്യം മറക്കരുത് കേട്ടോ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ പോയി കാണണം. നിങ്ങൾ നമ്മളുടെ വിരൽ തുമ്പിലാണല്ലേ. കോട്ടയംകാർക്കും ആലപ്പുഴക്കാർക്കും വൈക്കംകാർക്കും ഒക്കെ നമ്മൾക്ക് പോയി കാണാവുന്ന, വളരെ ദൂരമില്ലാത്ത, വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലേ ഇത്. ചാർജ് വളരെ കുറവ്. അതുപോലെ നമ്മൾ ഫുഡ് കഴിക്കും. നമ്മൾ നടന്ന് വിഷമിക്കും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അടുപ്പിച്ച് ചായക്കടകൾ, പഴയ രീതിയിലുള്ള കൽക്കരി കൊണ്ട് ചൂടാക്കുന്ന ചായകൾ, അതുപോലെ മോഡേൺ ആയിട്ടുള്ള ചായക്കടകൾ, അതുപോലെ ഐസ്ക്രീമുകൾ, അതുപോലെ ചെറിയ ചെറിയ പെട്ടിക്കടകൾ ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാണ്ട് വലിയ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ കയറിയൊക്കെ നമുക്ക് ഫുഡ് കഴിക്കാം. അത് നമ്മൾക്ക് ചാർജ് കുറവാണ്. അതാണ് ഏറ്റവും. നമുക്ക് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിന് ഉള്ളിൽ പോയാൽ ചാർജ് കൂടുതലല്ലേ. ഇവിടെയൊക്കെ ചായക്ക് 10 രൂപ, 15 രൂപ, ഫുഡിനാണെങ്കിൽ 120 രൂപ, ബിരിയാണിക്ക് നമ്മൾ പുറത്ത് കൊടുക്കുന്ന അതേ ചാർജ് തന്നെ. ചാർജും വളരെ കുറവാണ്. ഇവിടെ ആ ATM കണ്ടോ, ATM കൗണ്ടറാണിത്. കണ്ടോ, ATM കുട്ടികളാണ് ചാടി കയറത്തുള്ളൂ ATM-ൽ. നമ്മളെ പുറകെ കയറത്തുള്ളൂ പൈസ എടുക്കാനായിട്ട്. അങ്ങനത്തുള്ള ഇതാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുട്ടാപ്പിൻ്റെയും കുട്ടൂസിൻ്റെയും ഡാക്കിനുടെയും ഒക്കെ സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെയാണ് അവർ ATM സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ, എല്ലാ സൗകര്യങ്ങളും കൂടിയ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇത്. മാംഗോ മെഡോസ്. എല്ലാ മരത്തിൻ്റെയും പേരെഴുതി വെച്ചിട്ടുണ്ട്. നമ്മളുടെ സ്പൈസസുകളുടെ എല്ലാം, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും മരങ്ങൾ അവിടെയുണ്ട്. സ്പൈസസുകൾ, അതുപോലെ രുദ്രാക്ഷം, അതുപോലെ പുകയില, അതിൻ്റെയൊക്കെ ചെടികളും മരങ്ങളും ഒക്കെ. ഇതാണ് ആ സർപ്പക്കാവ്. സർപ്പക്കാവിന് അകത്തൊരു വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു അമ്പലം, ചെറിയൊരു അമ്പലം പോലെയുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടോ, ഇവിടെ അവരുടെ രാമായണ പുസ്തകങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്.
അതൊക്കെ നമുക്ക് അവിടെ ഇരുന്ന് വായിക്കാം. ഉണ്ടോ ഇങ്ങനെ ഞങ്ങൾ കിടക്കുക. എല്ലാത്തിൻ്റെയും നമുക്ക് അത് പേര് വായിച്ച് നോക്കി അത് ആസ്വദിച്ച് പോകാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കാണെങ്കിൽ ഒത്തിരി അവർക്ക് ഉല്ലസിക്കാനായിട്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. സ്വിമ്മിങ് പൂളുണ്ട്. അതുപോലെ ഒരു പാർക്കിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവിടെ ഉണ്ട്. ഓരോ മരങ്ങളുടെയൊക്കെ പേര് പറഞ്ഞു തരികയാണ് അവർ. നമ്മൾ എത്ര പേര് ചെന്നാലും അവരുടെ കൂട്ടത്തിൽ ഓരോ ഗൈഡ് പോകും. അതാണ് അതിൻ്റെ ഒരു ഗ്രൂപ്പാണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഒരാളാണെങ്കിൽ ആ ഒരാളുടെ കൂട്ടത്തിൽ അവർ പോകും. അങ്ങനെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. ആസ്വദിക്കുവാൻ പറ്റിയ എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായം ചെന്നവർക്കും ഒക്കെ നമ്മൾക്ക് ചുറ്റിക്കറങ്ങി നടന്ന് കാണണമെങ്കിൽ നടന്ന് കാണുന്നതാണ് നല്ലത്. നമ്മൾക്ക് റിക്ഷയിൽ അവർ റിക്ഷ അറേഞ്ച് ചെയ്ത് തരും. അവിടെ ഇഷ്ടം പോലെ വണ്ടി കിടപ്പുണ്ട്. ആ വണ്ടിയിൽ കയറി വേണമെങ്കിൽ നമുക്ക് ചുറ്റിനും കാണാം. 250 രൂപ മറ്റേ ഫീസ്. പക്ഷെ നടന്ന് കാണുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മൾക്ക് കുട്ടികളുടെ തീവണ്ടി പോലത്തെ വണ്ടികളില്ല, അങ്ങനത്തെ വണ്ടികളുണ്ട്. ഞങ്ങളും കയറി കേട്ടോ. ആ വണ്ടികളിൽ നമുക്കും കയറാം. ഞങ്ങളും കയറി അതിനകത്ത്. അതും നമ്മൾ 50 രൂപ അതിന് എക്സ്ട്രാ കൊടുക്കണം. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് രുദ്രാക്ഷ മരമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഏതേൻ തോട്ടം. ഏതേൻ തോട്ടത്തിൻ്റെ ഭാഗമാണിത്. അതൊന്നുമില്ല, സ്റ്റാച്ചു ഉണ്ട്. ഉണ്ടോ? ഏതേൻ തോട്ടത്തിൽ നമ്മുടെ ആദവും ഹവ്വായൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അത് ആ പഴം പറിച്ചു കൊടുക്കുന്നതും പാമ്പ് വരുന്നുള്ള ഒരു സ്റ്റാച്ചു പോലെ അതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു കൃഷിക്കാരൻ്റെ സ്റ്റാച്ചു ആണ്. കണ്ടോ? ഞാനിത് ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. കൊള്ളത്തൊന്നുമില്ല കേട്ടോ, കൊള്ളത്തൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ബലൂണിട്ട് കൊള്ളണമല്ലോ. 3 പ്രാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റും. 3 പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് പൈസ കൊടുക്കണം. 3 പ്രാവശ്യം നമുക്ക് ഫ്രീ ആണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അതുകൊണ്ടായിരിക്കും 3 പ്രാവശ്യത്തിൽ അവർ ലിമിറ്റ് ചെയ്യുന്നത്. ഇതൊന്നുമില്ല. ഇതേ കണ്ട രോച്ചിന് ഊഞ്ഞാലാടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഊഞ്ഞാലും ആടാം. കുട്ടികൾക്ക് ഒത്തിരി ഞങ്ങൾ ചെന്ന വർക്കിംഗ് ഡേ ആയിരുന്നു. ഞങ്ങൾ പോയത് ബുധനാഴ്ചയായിരുന്നു. എന്നിട്ടും എന്ത് ജനമായിരുന്നു. അതുപോലെ കുട്ടികൾ പല സ്കൂളിൽ നിന്നും പല യൂണിഫോമിൽ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ അവരുടെ എനിക്ക് തോന്നുന്നു അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്വിമ്മിങ് ആയിരുന്നു. എല്ലാ കുട്ടികളും എന്ന് വെച്ചാൽ അവരുടെ ഓരോ പ്രായത്തിനനുസരിച്ച് ഉള്ള ചെറിയ കുട്ടികൾക്ക് വേറെ സ്വിമ്മിങ് പൂളാണ്. വലിയ കുട്ടികൾക്ക് അതിൻ്റെ ആഴമനുസരിച്ച് അവർ വേർതിരിച്ചിട്ടുണ്ട്. കുട്ടികളുടെ പ്രായമനുസരിച്ച് അതിനകത്ത് സ്വിം ചെയ്യാവുന്നതാണ്. അതുപോലെ വിവിധ തരത്തിലുള്ള കളികൾ അവർക്കുണ്ട്. ഒരു ഏറുമാടമാണ്. അതിൻ്റെ മുകളിൽ നമുക്ക് താമസിക്കുന്നുണ്ട് ആൾക്കാർ അവിടെയൊക്കെ. ഒത്തിരി വലിയ മീൻ, പല പോണ്ടുണ്ട്. അതിലൊക്കെ വലിയ മീനുകളാണ് കിടക്കുന്നത്. സിലോപ്പിയ, കട്ട്ല, അങ്ങനെ വലിയ മീനുകളാണ്. അപ്പം ഞങ്ങൾ ചോദിച്ചു ഇതിനെ പിടിക്കാറില്ലേന്ന് ചോദിച്ചു. അപ്പം അവർ പിടിക്കും, വല്ലപ്പോഴൊക്കെ പിടിക്കുമെന്ന് പറഞ്ഞു. അല്ലാതെ ഇങ്ങനെ അവർ ഇങ്ങനെ ചെല്ലുന്ന